സിനിമയ്ക്കുള്ളിലെ കൗതുകകരമായ കാര്യങ്ങൾ, നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. S27 സിനിമേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രസകരമായ ഒരു കാര്യം നമുക്ക് പറഞ്ഞു പോവാം. സിനിമയിലെ അന്ധവിശ്വാസങ്ങൾ. സംവിധായകൻ ഫാസിലിൻ്റെ സിനിമകളുടെ ടൈറ്റിൽ വെച്ച് നമുക്ക് തുടങ്ങാം. അദ്ദേഹത്തിൻ്റെ സിനിമ പേരുകളിൽ കൂടി നമുക്കൊന്ന് സഞ്ചരിച്ച് നോക്കാം. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ നമുക്കെല്ലാം അറിയുന്ന പോലെ ലാലേട്ടൻ്റെ ആദ്യ സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ആ സിനിമ വൻ വിജയവുമായിരുന്നു. പിന്നീട് വന്ന അദ്ദേഹത്തിൻ്റെ 2 സിനിമകളായിരുന്നു ധന്യ, മറക്കില്ലൊരിക്കലും. ഈ 2 സിനിമകളും വിജയിക്കാതെ പോയി. അതിനുശേഷം ഫാസിൽ തുടരെ 3 സിനിമകൾ കൂടി ചെയ്തു. ഈ സിനിമകളിലൊക്കെ ഫാസിലിന് വൻ പ്രതീക്ഷയുമായിരുന്നു. ഒന്നും വേണ്ടത്ര വിജയിക്കാതെ പോയി എന്നുള്ള സങ്കടവും അദ്ദേഹത്തിന് ബാക്കിയായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് തമിഴിൽ കുറച്ച് സിനിമകൾ ചെയ്തു. പിന്നീട് മലയാളത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നത് എൻ്റെ സൂര്യപുത്രിക്ക് എന്ന് പറയുന്ന അമലയും സുരേഷ് ഗോപി അഭിനയിച്ചൊരു സിനിമയായിട്ടാണ്. ആ സിനിമ വൻ വിജയം നേടി. തൊട്ടു പിന്നാലെ മമ്മൂട്ടിയെ വെച്ച് ചെയ്ത പപ്പയുടെ സ്വന്തം മപ്പൂസ് എന്ന് പറഞ്ഞ സിനിമയും കൂടി വിജയിച്ചതോടെ അദ്ദേഹം തിരിച്ചറിഞ്ഞ ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. അതുവരെ അദ്ദേഹത്തിൻ്റെ മലയാള സിനിമയിൽ വിജയിച്ച സിനിമകളുടെ ടൈറ്റിൽ എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്നുള്ള കാര്യം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മാറ്റി നിർത്തിയാൽ പിന്നീട് വിജയിച്ച അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും അവസാനിച്ചിരിക്കുന്നത് ഒരു ചന്ദ്രക്കലയിലാണ്. അത് തിരിച്ചറിഞ്ഞ നിമിഷം അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പേരുകളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക്, നോക്കാത്ത ദൂരത്ത് കണ്ണും നട്ട്, എൻ്റെ സൂര്യപുത്രിക്ക്, പപ്പയുടെ സ്വന്തം മപ്പൂസ്. ഈ ചന്ദ്രക്കലയിൽ അവസാനിച്ചതുകൊണ്ട് തന്നെ അതിൽ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ എന്ന് പറയുന്നത് എവർഗ്രീൻ ക്ലാസിക് മണിച്ചിത്രത്താഴ്. അതിന് തൊട്ടടുത്ത ശേഷം വന്ന സിനിമ അദ്ദേഹത്തെ നിരാശപ്പെടുത്തി, മാനത്തെ വെള്ളിത്തേര്. അതും ചന്ദ്രക്കലയിലായിരുന്നു വന്നത്. പിന്നീട് വന്ന 2 സിനിമകൾ ബ്ലോക്ക് ബസ്റ്ററായിരുന്നു, അനിയത്തിപ്രാവ്, ഹരികൃഷ്ണൻസ്. ഉറച്ചു വിശ്വസിച്ച ഫാസിൽ ഈ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീടൊരു മലയാള സിനിമ അദ്ദേഹം ചെയ്തത് ചന്ദ്രക്കലയില്ലാതെയാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഒരു സിനിമ. നല്ല സിനിമയാണ്, പക്ഷെ വിജയിക്കാതെ പോയി. അന്ന് ഫാസിലിനോട് പലരും ചോദിച്ചു, ഈ ചന്ദ്രക്കലയിൽ തന്നെ മുറുകെ പിടിച്ചിരുന്നെങ്കിൽ ഈ സിനിമയുടെ ടൈറ്റിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നതിന് പകരം ബ്യൂട്ടിഫുൾ ലൈഫ് എന്നാക്കാമായിരുന്നല്ലേ എന്ന് ചോദിച്ചു. ശരിയാണ്. വിസ്മയത്തുമ്പത്ത്, കയ്യെത്തും ദൂരത്ത്, മോസൻ ക്യാറ്റ് എല്ലാം ചന്ദ്രക്കലയിൽ അവസാനിപ്പിച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഒരു സിനിമയും വിജയിച്ചില്ല. പിന്നീട് അദ്ദേഹം ഒരു സിനിമ കൂടി ചെയ്തു, ചന്ദ്രക്കല ഇല്ലാതെ, ലിവിങ് ടുഗദർ. അതോടെ അദ്ദേഹം സിനിമകൾ സംവിധാനം പോലും ചെയ്യൽ നിർത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി രസകരമായ മറ്റൊരു അന്ധവിശ്വാസത്തിൻ്റെ കഥ പറയാം. 90 കാലഘട്ടത്തിൽ ഒരു നടനെ വെച്ച് ആദ്യ ഷോട്ട് എടുത്താൽ ആ സിനിമ വിജയമാകുമെന്നുള്ള ഉറച്ച വിശ്വാസം മലയാള സിനിമയിലുണ്ടായിരുന്നു. ആ നടൻ മറ്റാരുമല്ല, ജനാർദ്ദനൻ എന്ന് പറയുന്ന ഒരു നടനാണ്. അദ്ദേഹത്തെ വെച്ച് എല്ലാ സംവിധായകരും ആദ്യ ഷോട്ട് എടുക്കാൻ വേണ്ടി നെട്ടോട്ടമായിരുന്നു. പല സിനിമകളും വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജനാർദ്ദനൻ എന്ന് പറയുന്ന നടൻ ഇഷ്ടം പോലെ സിനിമകൾ കിട്ടുകയും ചെയ്തു. പക്ഷെ എന്തോ 2000-ന് ശേഷം ആ വിശ്വാസം എല്ലാം ഇല്ലാതെയായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സിനിമകൾ കുറഞ്ഞു എന്ന് വേണം കരുതാൻ. ഇനി അടുത്തത് മറ്റൊരു രസകരമായ ഒരു അന്ധവിശ്വാസത്തിൻ്റെ കഥയാണ്. റാംജി റാവ് സ്പീക്കിംഗ് എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോട്ട് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു കമ്പിൽ വന്നിട്ടൊരു മൂങ്ങ വന്നിരുന്നു. അന്ന് മൂങ്ങ വന്ന് ലൊക്കേഷനിലിരുന്ന അന്ന് ഷൂട്ട് ചെയ്യരുത് എന്നാണ് വിശ്വാസം. അത് ഐശ്വര്യക്കേടാണ്, സിനിമ വിജയിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം അതിൻ്റെ ക്യാമറമാനായ വേണുവിന് വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ സിദ്ദീഖ് ലാൽ എന്ന് പറഞ്ഞ സംവിധായകരുടെ ആദ്യ സിനിമയാണ്. അവരതിൽ വിശ്വസിക്കാതെ, ഇല്ല അത് കാര്യമാക്കണ്ട, ഷൂട്ട് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങി. ആ സിനിമ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. പക്ഷേ രസകരമായ സംഭവം എന്താണെന്നറിയോ? പിന്നീട് അങ്ങോട്ട് മൂങ്ങ ഉണ്ടെങ്കിൽ സിനിമ വിജയിക്കുമെന്നുള്ള അന്ധവിശ്വാസം മലയാളത്തിൽ ഏറെക്കുറെ ഉറപ്പിച്ച പോലെ എല്ലാവരും മൂങ്ങയെ തേടി നടക്കലായിരുന്നു ആ കാലഘട്ടത്തിൽ. മൂങ്ങയെ കൊണ്ടുവന്ന് ഷൂട്ടിംഗ് തുടങ്ങാമെന്നുള്ള അർത്ഥത്തിൽ. അതും ഒരു അന്ധവിശ്വാസത്തിൻ്റെ മറ്റൊരു കഥ. സംവിധായകൻ ജീത്തു ജോസഫ് ഈ സിനിമയുടെ ടൈറ്റിലിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ഡിറ്റക്റ്റീവ്. അത് നല്ല സിനിമയായിരുന്നു, പക്ഷേ വിചാരിച്ചത്ര വിജയം നേടിയില്ല. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ സിനിമയ്ക്ക് അദ്ദേഹം ടൈറ്റിലിട്ടു മൈ ഫാമിലി. അപ്പോഴാണ് പലരും ശ്രദ്ധിച്ചത് ഇംഗ്ലീഷ് ആൽഫബറ്റായ എമ്മിൽ തുടങ്ങുന്ന ടൈറ്റിലാണ് അദ്ദേഹം തുടങ്ങുന്നത് എന്നുള്ളത്. മമ്മി ആൻഡ് മീ, മൈ ബോസ്, മെമ്മറീസ്. അതുകൊണ്ട് തന്നെ മൈ ഫാമിലി എന്നിട്ടു എന്ന് പല വാരികകളും എഴുതി പിടിപ്പിച്ചു. പക്ഷേ ജീത്തു ജോസഫ് പറഞ്ഞു, ഞാനത് ചിന്തിച്ചിട്ട് പോലുമില്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മൈ ഫാമിലി എന്നുള്ള ടൈറ്റിൽ മാറ്റിയിട്ട് അദ്ദേഹം സാക്ഷാൽ ദൃശ്യം, നമ്മൾ കണ്ട ദൃശ്യമാക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊന്നും ഒരു കാര്യവുമില്ല. സിനിമ നല്ലതാണെങ്കിൽ കാണാൻ ആൾക്കാരുണ്ട്, അത് കാണുകയും ചെയ്യും, വിജയിപ്പിക്കുകയും ചെയ്യും, ആഘോഷിക്കുകയും ചെയ്യും.